നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വിവാഹമോചന കേസുകളിൽ കക്ഷികൾ ആവശ്യപ്പെടാതെ തന്നെ ജീവനാംശം നൽകിയ വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി ഗുവാഹത്തി ഹൈക്കോടതി. തനിക്ക് മറ്റൊരു വ്യക്തിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഭാര്യ സ്വയം സമ്മതിക്കുകയും തനിക്ക് ഭർത്താവിൽ നിന്ന് യാതൊരുവിധ ജീവനാംശവും പണവും ആവശ്യമില്ലെന്ന് കോടതിയിൽ എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടും വിചാരണ കോടതി സ്വന്തം നിലയിൽ 10 ലക്ഷം രൂപ ഭാര്യയ്ക്ക് നൽകാൻ ഉത്തരവിടുകയായിരുന്നു. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹമോചന ഹർജിയിൽ വിചാരണ കോടതി കാട്ടിയ ഈ അനാവശ്യ സുമനസ്സിനെ കടുത്ത നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. യുവതി തന്റെ ഭാഗത്തു നിന്നും പണം വേണമെന്ന് ആവശ്യപ്പെട്ട് നിയമപരമായി യാതൊരുവിധ അപേക്ഷയും സമർപ്പിക്കാതിരുന്നിട്ടും വിചാരണ കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ഇത്രയും വലിയൊരു തുക ജീവനാംശമായി വിധിച്ചത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് മൃദുൽ കുമാർ കലിത പറഞ്ഞു. യുവതിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിചാരണ കോടതി ഈ 10 ലക്ഷം രൂപ ഭർത്താവ് നൽകണമെന്ന് ഉത്തരവിട്ടത്. കോടതിയുടെ ഈ അമിത താൽപര്യത്തിനെതിരെ തലപുകഞ്ഞ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ നിയമവിരുദ്ധമായ ഈ കാര്യം റദ്ദാക്കിയത്. ഇരുവരും ചേർന്ന് കോടതിയിൽ സമർപ്പിച്ച ഉഭയസമ്മതത്തോടെയുള്ള വിവാഹമോചന ഹർജിയിൽ തങ്ങൾ പരസ്പരം ഇടക്കാല ജീവനാംശമോ അല്ലെങ്കിൽ സ്ഥിരം ജീവനാംശമോ ആവശ്യപ്പെടില്ലെന്ന് അതീവ വ്യക്തമായി എഴുതി വച്ചിട്ടിരുന്നു. കേസിന്റെ ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് പണം വേണ്ട എന്ന കാര്യം ഇവർ സംയുക്തമായ സത്യവാങ്മൂലത്തിലും ആവർത്തിച്ചിട്ടുള്ളതാണ്. ചില പ്രത്യേക മാനുഷിക സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കോടതിയിൽ നൽകുന്ന വാക്കാലുള്ള അപേക്ഷകൾ പോലും ജീവനാംശത്തിനായി കോടതിയിൽ പരിഹരിക്കാറുണ്ട് എന്ന് ജസ്റ്റിസ് മൃദുൽ കുമാർ കലിത തന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ കേസിൽ ഭാര്യ അത്തരമൊരു വാക്കാൽ പോലും അപേക്ഷ നൽകിയിട്ടില്ല എന്നു മാത്രമല്ല, മറ്റൊരു വ്യക്തിയുമായി തനിക്ക് രഹസ്യ അവിഹിത ബന്ധമുണ്ട് എന്ന കാര്യം വസ്തുത അവർ പരസ്യമായി കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ നിയമത്തിനതീതമായ വിധി പുറപ്പെടുവിച്ചത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയായിരുന്നു.